பாருங்கண்ணே, ரெடி ஆயிடுச்சு. பண்ணாரி அம்மா. വണങ്കാമുടി വണക്കം. ഞാൻ കുമാരൻ, ഗിരിസാർ അയച്ചത്. എന്താ ചേട്ടാ വിശേഷം? செந்தில் அந்த போன கொஞ்சம் எடு. கிரிசா நம்பர் காடி. சரிங்கண்ணா. தம்பி, இந்த மேட்ரு கொஞ்சம் பெருசு. இந்த சத்தியமங்கல காட்டில் போய் யானை அடி சொல்லு, புலி அடிக்க சொல்லு, எதை வேணாலும் கொண்டு வந்து தரேன். ஆனால் இந்த மேட்ரை பொறுத்த வரைக்கும் ரிஸ்க் தான். அண்ணா பெல் அடிக்குதுண்ணே, கொடுப்பேன். കൊല്ലണോടാ ഒരേ ഒരാളെ. കാടിളക്കാൻ പട്ടികളുണ്ട്. ഇര വന്ന് വീഴാൻ പാകത്തിന് വലയും വിരിച്ചിട്ടുണ്ട്. നിന്റെ വിറയ്ക്കാത്ത കൈയും പിഴയ്ക്കാത്ത ഉന്നവും. എനിക്ക് ആവശ്യം അതാണ്. പണി വെടിപ്പായാൽ പിന്നെ നിനക്ക് കാട് കയറാം. തോട്ടയും തിരയും കൊണ്ട് നടക്കുന്ന നിന്റെ സഞ്ചി നിറയെ 1000ന്റെ ചുവന്ന നോട്ടുകളുമായി. കേട്ടോടാ പാണ്ടി? പറ പാണ്ടിടാ മോനെ. ചമ്രങ്കൽ വേല കഴിഞ്ഞാൽ 7ന്റെ ഉള്ളിൽ പഴഞ്ഞിപ്പാറ ദേശത്തെ മണ്ണിൽ ചോര വീഴും എന്നുള്ളത് പഴയ വിശ്വാസ. നമ്മുടെ കാരണവന്മാർ കുരുതി നടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാളിയാർ മഠത്തിലെ കാരണവന്മാർ നരബലി തന്നെ നടത്തിയിരുന്നു ദേവിപ്രസാദത്തിനായിട്ട്. എന്റെ പൊന്നനിയന്മാരെ വിളിപ്പിച്ചതേ ഒരു കുരുതിക്ക് കൂടാനാ. ഊരായ്മക്കാരായി വല്യച്ഛന്റെ മോൻ, കൂടപ്പിറപ്പ്, സ്വന്തം രക്തം, അവൻ പ്രാണൻ വിടുന്നത് കാണാൻ. വണങ്കാമുടി. ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ ആ പാണ്ടി ചെന്നായ ഇര പിടിച്ച് കാട് കയറി മറഞ്ഞോളാൻ. ശരി, അവർ മീനാക്ഷിപുരത്തെത്തുന്നു. വണ്ടി എടുക്കടാ. കെണി ഒരുക്കിയത് ചാത്തമ്പാറ വഴിയില്ല. കൊല്ലണോ? പേടിയുണ്ടെങ്കിൽ നീ വീട്ടിലേക്ക് പോടാ. എടാ, വല്യേട്ടനുള്ള എന്തിനാടാ പേടി? ഒരിക്കലും അറിയാൻ പാടില്ലാത്ത ഒരു സത്യം അറിഞ്ഞു അവൻ. ഇനി കൊല്ലാതെ വേറെ വഴിയില്ല. വലിയേട്ടൻ പറ, എന്തിനും ഞങ്ങൾ കൂടെ ഉണ്ട്. വിജയ, വണ്ടി എടുക്കടാ. വഴി മാറിയില്ല, നേരം തെറ്റിയില്ല. വന്നു എൻ്റെ ഇര, എൻ്റെ ശത്രു, എൻ്റെ സഹോദരൻ, ദേവർമഠം നാരായണൻ. ഉടല് പൊട്ടിച്ച കൊടുങ്കാറ്റ് പോലെ നീ കാളിയാർ മഠത്തിലേക്ക് പോയെന്നും ഞങ്ങളുടെ അച്ഛനെ തെറിവാക്കുകൊണ്ട് കിടക്കപ്പായിന്ന് പൊക്കി നിർത്തിയെന്നും കേട്ടു. മറച്ചുവെച്ച സത്യം അറിഞ്ഞതിന്റെ രോഷം നിനക്കത് വലിയ മുറിവായി അല്ലേ നാരായണ? നായാടികളുടെ നിയമം മുറിവേറ്റ മൃഗത്തിനെ പിന്തുടർന്ന് കൊല്ലണമെന്ന. നിന്നെ കൊല്ലാനാ എന്റെ തീരുമാനം. സൂപ്പർ ഡയലോഗ് വെച്ചേ മാനെ ഗിരി. ഇത് എങ്ങനെയാടാ 8 കൊല്ലം കയ്യിലുകുത്തി നീ ഡയലോഗ് എടുത്ത് വീശുന്നേ? കേട്ടിട്ട് കോൾമേരി കൊള്ളുന്നു മാനെ. നീ ക്ലിന്റ് ഈസ്റ്റ്വുഡ് അഭിനയിച്ച ഗുഡ് ബാഡ് ആൻഡ് ദ അഗ്ലി എന്ന വൈൽഡ് വെസ്റ്റ് കൗബോയ് സിനിമ നടന്നു. അതിലൊരു ഡയലോഗ് ഉണ്ട്, ഇഫ് യു വാണ്ട് ഷൂട്ട് ഷൂട്ട് ഡോണ്ട് ടോക്ക്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെടി വെക്കാൻ ഇറങ്ങിയാൽ വെച്ചിട്ട് വേണം, ഇടയിൽ കൊണാരം അടിക്കരുത്. നിന്നെ ഈ പിള്ളേരെ നിർമ്മിച്ച തന്ത, അതായത് എൻ്റെ ചെറിയച്ഛൻ മൂപ്പിൽ കുഞ്ഞമ്പൂന്നായിരുന്ന മൂപ്പിൽ യശ്മാനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ചത്തു തെക്കോട്ട് എടുക്കുന്നതിന് മുമ്പ് കിഴവന്റെ കണ്ണിൽ നിന്ന് ചോര വരുത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു തരി മണ്ണ് കൊണ്ടുപോലും ദേഹം വേദനിപ്പിക്കാതെ. അത് പുരുകവും പീലിയും നിറച്ച തന്തയ്ക്കുള്ള കൺസിഡറേഷൻ. നിനക്കും അനിയൻ ചെക്കന്മാർക്കും അത് കിട്ടില്ല. പിപ്പിടി കാട്ടാൻ നാരായണന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, അടിച്ച് ചന്തിയിൽ തൊലിയാൻ പൊളിക്കും. കാട്ടേ വണ്ടി ഇട. മനെ
ഗിരി, അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയതാണ്. ഇത് കളി മലങ്കോളാണല്ലോ സഹോദര. ആ അതെടാ, അമ്പലമുറ്റത്ത് കബഡി കളിക്കേണ്ട പ്രായം കഴിഞ്ഞില്ലേ നമുക്ക്. ഇത് കടസിക്കളി, ചാവില് മാത്രം തീരുന്ന കളി. അഗ്നിനടുവിൽ ഒരായുസുകാലം ഒറ്റക്കാലിൽ തപസ് ചെയ്ത് വരം നേടിയിട്ട് വാ ദേവർമഠം നാരായണന്റെ മരണം കാണാൻ. തല്ല് കിട്ടുമെന്നറിയുമ്പോ വാലും പൊക്കി ഓടുന്നവന്റെ പുറകെ ADC ആയിട്ട് നടക്കുമ്പോ ഓർക്കണം, ദേഹം വേദനിക്കുന്നു. പോടാ, വീട്ടിൽ പോടാ. വെടിവെക്കാൻ വന്നു തന്നെ, അത് വെടിപ്പാക്കിയിട്ട് പോവും. പാണ്ടി പുല്ലിനെ അമ്മ ആശുപത്രി കിടക്കയിൽ, ഞാൻ ചെറിയച്ഛനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. അവിടെ എനിക്ക് സഹോദരങ്ങളായ 5 പേരുണ്ട്. 4 ആൺകുട്ടികളും പിന്നെ മാലു എന്ന അനിയത്തിക്കുട്ടി. ചെറിയച്ഛൻ പറഞ്ഞതുപോലെ വേലപ്പം പൂശാരി അയാളെ ചെറിയച്ഛനെ ഒളിപ്പിച്ചിരിക്കും. എന്നെ തേടി പോലീസ് വരുമെന്ന ഭയമൊന്നും എനിക്കില്ലായിരുന്നു. എൻ്റെ അമ്മയ്ക്കൊന്നും വരുത്തരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാലെടുത്ത് കുത്തിയതേ ഉള്ളൂ ഈ ചെക്കൻ. എന്താ എന്താ ഇവിടെ?
എന്താണ് ഇത്? ഈ ചെക്കൻ ഞാൻ പറയാം, ഞാനൊരു പാത്രത്തിൽ ചാണവെള്ളം കലക്കി എന്റെ തലവഴി ഒഴിച്ചു. എന്നിട്ട് ആ പാത്രം ചെറിയ മോന്ത കുറ്റിക്കരിഞ്ഞു. പോടാ, പോയി കുളത്തിൽ മുങ്ങിട്ട് പോടാ. വേദനിച്ചോ ഇന്ദ്രാണി? അതെ, ആ ചെക്കനെ എത്ര കാലം വെച്ചാ ഇവിടെ പാർപ്പിക്കാൻ പോണേ? എടീ, ആ ചെക്കൻ എന്ന് പറഞ്ഞാൽ എന്റെ ഏട്ടൻ രാമൻകുട്ടി ഇക്കാലം കൊണ്ട് സമ്പാദിച്ചു കൂട്ടിയ ലക്ഷങ്ങളുടെ ഏക അവകാശിയാണ്. ആശുപത്രി കിടക്കുന്ന അവന്റെ തള്ള ഇന്നത്തെ രാത്രി ഒരു രൂപൊന്നും അറിയാത്ത അവസ്ഥയില. അവളുടെ കണ്ണ് മൂടും മുമ്പ് ചെക്കന്റെ നിയമപരമായ സംരക്ഷകൻ എന്നുള്ള അവകാശം എന്റെ കൈക്ക് വരണം. അത് കഴിയട്ടെ, എന്നിട്ട് അവനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്താ വലപ്പാ? ഒന്നും കാണാത്ത തമ്പുരാൻ. എടാ, എന്റെ കുട്ടികളെ കൊല്ലാൻ നോക്കാ നീ? സ്വന്തം തന്തയെ കുത്തിക്കൊന്ന അസുരനല്ലേ? ചോര കണ്ട അറപ്പ് മാറിയിരിക്കുന്നു ഈ വയസ്സില്. വരട്ടെ കുട്ടികളുടെ അച്ഛൻ, എനിക്ക് ഇന്ന് അറിയണം ഈ തന്തക്കാലിനെ ഇവിടെ പൊറപ്പിക്കാൻ പോണ കാര്യം. എന്റെ കുട്ടികളെ തല്ലും. തമ്പുരാനെ, ആശുപത്രിയിൽ നിന്നൊരു വിവരം ഉണ്ടായിരുന്നു. ഉണ്ണിയുടെ അമ്മ. എന്താ ചത്തോ? ഉണ്ണിയുടെ അമ്മ പോയിന്നാ പറഞ്ഞേ. കണക്കൊക്കെ പഠിച്ചല്ലോടോ. വാടാ, എണീറ്റ് വാടാ. ഇവിടെ ഇപ്പൊ നിനക്ക് കൂട്ടുകിടക്കാനൊന്നും ആരുമില്ല. ബലിയും കർമ്മൊക്കെ അവിടെ പോയിട്ട് എന്താ ആവാം. ഇല്ല, ഞാൻ വരണില്ല. ഇനി ഞാൻ ഇവിടെ താമസിക്കാൻ പോണത്, എന്റെ വീട്ടില്. പിന്നെ നിന്നെ കൊണ്ടുപോകാൻ എന്നെ കൊണ്ടാവുമെന്ന് നോക്കട്ടെ. എണീറ്റ് വാടാ. അതിന് ശ്രമിക്കണ്ട, നടക്കില്ല. എന്റെ പേര് ദേവർമഠം നാരായണൻ എന്നാണ്. കളി വേണ്ട എന്നോട്. പോയിക്കോ, പോയിക്കോളാൻ. ദിവസങ്ങൾക്കുള്ളിൽ മറവിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട വേലപ്പൻ പൂശാരി പോലീസിനോട് പറഞ്ഞത് ഞാൻ അച്ഛനെ കൊല്ലുന്നത് അയാൾ കണ്ടുവന്ന്. അത് നുണയായിരുന്നെന്ന് എനിക്കറിയാം. ആ നുണ പറയിച്ചത് എൻ്റെ ചെറിയച്ഛനാണെന്നും എനിക്കറിയാം. പക്ഷേ അച്ഛനെ ഞാൻ കൊന്നില്ല എന്ന് പറയാൻ എനിക്കും കഴിയുമായിരുന്നില്ലല്ലോ. കുട്ടികളുടെ ജയിലിൽ കഴിഞ്ഞ വർഷങ്ങൾ, ശിക്ഷയുടെ കാലം കഴിഞ്ഞ് പുറത്തിറങ്ങി ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുകയായിരുന്നു. ഒരു വഴിയമ്പലത്തിൽ വെച്ച് എനിക്കൊരു കൂട്ട് കിട്ടി. അച്ഛൻ, ഗുരുനാഥൻ, എന്തും വിളിക്കാവുന്ന വെള്ളോടി, ഒരു വലിയ മനുഷ്യൻ. സ്മിതമുഖി മാപീന വാണിഭ്യാമളി പൂർണ്ണരത്നചഷകം രക്തോൽപലം വിഭൃതിയും സൗമ്യാം രത്നകടസ്ഥ രക്തചരണാം ധ്യായേ പരമാംബികാം. വെള്ളോടി മരിച്ചില്ലല്ലേ? ഇല്ല, അതങ്ങനെ പാടില്ലല്ലോ. താൻ കണ്ണു തുറന്ന് എന്തെങ്കിലും മിണ്ടി പറഞ്ഞോന്ന് അറിയാൻ വേണ്ടി പെരുമാൾപുരം ഗ്രാമം മുഴുവൻ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അവരോട് തിരിച്ചു പോകാൻ പറയണം. നിവർന്ന് നിൽക്കാൻ കഴിയുന്ന നേരം നാരായണൻ അവിടേക്ക് പുറപ്പെട്ടിരിക്കും. അയാൾ കണ്ണു തുറന്നു, നിങ്ങളുടെ നാരായണൻ. ഒന്നും ഭയക്കേണ്ടതില്ല, ഒരാപത്തും സംഭവിക്കില്ല അയാൾക്ക്, നിങ്ങളുടെ പ്രജാപതിക്ക്.